വിശദമായ വാർത്തകളിലേക്ക്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ സംയുക്താക്രമണവുമായി അമേരിക്കയും ബ്രിട്ടനും. ആയുധപ്പുരകളും കമാൻഡിംഗ് സെന്ററും അടക്കം 36 ഹൂതി കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി. ചെങ്കടലിലെ ആക്രമണത്തിന് മറുപടിയെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. വിശദാംശങ്ങൾ വിദ്യാ ബാലൻ നൽകുന്നുണ്ട്. വിദ്യ, ഈ സംയുക്താക്രമണം അത് കടുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ ഈ സൈന്യത്തിന്റെ തീരുമാനം? അതുപോലെ തന്നെ ഈ ഒരു ആക്രമണം ചെങ്കടലിലെ ആക്രമണത്തിന് മറുപടി എന്ന രീതിയിൽ തിരിച്ചടി കൊടുക്കുകയാണെന്നാണ് അമേരിക്ക ഈ ഒരു കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഗൾഫ് മേഖല സംഘർഷഭരിതമാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൾഫ് മേഖലകളിലൊക്കെ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉടലെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ യമനിലെ 13 സ്ഥലങ്ങളിലായി 36 ഹൂതി കേന്ദ്രങ്ങളിലാണ് അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തിയിരിക്കുന്നത്. US സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മാരകമായ ഡ്രോൺ ആക്രമണം എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഡ്രോൺ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി സിറിയയിലെയും ഇറാഖിലെയും 85 കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ദിവസം US തിരിച്ചടിച്ചിരുന്നു. ഈ ഒരു ആക്രമണത്തിന്റെ തുടർച്ചയായി 2ാം ദിവസവും 13 സ്ഥലങ്ങളിലായി 36 ഹൂതി കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. യമനിലെ ആയുധ കേന്ദ്രവും കമാൻഡഡ് സെന്ററുകളും ഉൾപ്പെടെ ആണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ബ്രിട്ടനും ന്യൂസിലൻഡും ബഹ്റിൻ അടക്കമുള്ള രാജ്യങ്ങൾ ചേർന്നാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ശനിയാഴ്ച ഹൂതികളുടെ 6 മിസൈലുകളും തകർത്തിരുന്നുവെന്നും ഇത്തരത്തിൽ ആക്രമണം നടത്തി തകർത്തിരുന്നുവെന്നും US ഡിഫൻസ് സ്റ്റേറ്റ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാന കാരണം ഈ ഒരു ആക്രമണം ചെങ്കടലിലെ ആക്രമണങ്ങൾക്ക്, ഹൂതി ആക്രമണങ്ങൾക്കുള്ള ഒരു തിരിച്ചടിയാണ്. അത് തീർച്ചയായും ഈ ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം തുടരുമെന്ന് അദ്ദേഹം ഇപ്പോൾ എടുത്തു പറഞ്ഞിട്ടും കൂടിയുണ്ട്. അതായത് ഈ ഒരു ആക്രമണം സംഘർഷ സാധ്യത ഇനിയും നിലനിൽക്കുന്നു എന്ന് തന്നെ ഉറപ്പിക്കുന്ന രീതിയിലാണ് വരുന്നത്. എന്നാൽ ഗാസയിൽ നിന്ന് പിന്മാറുന്നത് വരെ സൈനിക ആക്രമണങ്ങൾ തുടരുമെന്നും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്നും ഹൂതികളും തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് സംഘർഷ സാധ്യത കനക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഒപ്പം അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ദുബായിലെ ആശങ്ക, ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരത്തിൽ ആശങ്ക ശക്തമാകുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗൾഫ് മേഖലയിൽ ആശങ്ക ശക്തമായിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിലെ സായുധ വിഭാഗ നീക്കങ്ങൾക്ക് ഇറാൻ വിലയൊടുക്കുമെന്നാണ് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി പറയുന്നത്. ഇറാൻ, സിറിയ, യമൻ എന്നിവിടങ്ങളിലെ ഇറാൻ അനുകൂല സായുധ വിഭാഗത്തിന് നേരെ ആക്രമണം തുടരുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ സംഘർഷ സാധ്യത കനക്കുകയാണ് അനുജ. ശരി, വ്യക്തമാണ് വിദ്യ. ഇപ്പോൾ സംഘർഷ സാധ്യത കനക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ആയുധപ്പുരകൾ, ഹൂതി കേന്ദ്രങ്ങളിലെ ആക്രമണത്തിൽ ആയുധപ്പുരകളും കമാൻഡിംഗ് സെന്ററും അടക്കം 36 ഹൂതി കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ബ്രിട്ടനും അമേരിക്കയും. ചെങ്കടലിലെ ആക്രമണത്തിന് മറുപടി എന്നാണ് വിശദീകരണം. വിശദാംശങ്ങൾ നൽകിയത് വിദ്യയാണ്.